ആയിരക്കണക്കിന് അമ്പിയാക്കളുടെ ഖബർ മക്കയിലുണ്ടെന്ന് ഇതാ ഇമാം സർകശി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഖബറുണ്ട്. പക്ഷേ ഖബറിനെ അല്ല തവാഫ് ചെയ്യുന്നത്, ഖബറിന്റെ അടുക്ക് ഖബറിനല്ല സഈ ചെയ്യുന്നത്, അത് വേറെ വിഷയം. ഖബറുണ്ടാകുമ്പോഴേക്ക് ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമെന്ന നിങ്ങളെ ധാരണ ഇസ്ലാമിന്റെ ABCD പഠിക്കാത്തത് കൊണ്ടാണ് മൗലവിമാരെ. പഠിക്കണം നിങ്ങൾ, പഠിക്കണം നിങ്ങൾ. പിന്നെ എത്ര ഉണ്ട്? നവീമാമിന്റെ കിതാബ് നോക്ക്, ഇബ്നു ഹജറിന്റെ കിതാബ് നോക്ക്. അലൈഹി ഖുബ്ബത്തുൻ. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മുകളിൽ ഖുബ്ബയുണ്ട്, മാലിക് ഇമാമിന്റെ ഖബറിന്റെ മേലെ ഖുബ്ബയുണ്ട്. ഇപ്പോഴവിടെ കാണുന്നില്ലല്ലോ. നിങ്ങൾ പൊളിച്ചതല്ലേ? റൗദാ ശരീഫും കഴിച്ച് ബാക്കിയുള്ള നിങ്ങൾ പൊളിച്ചതല്ലേ? പൊളിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ആശയക്കാരനല്ലേ ഈ മൊയ്ദ് മൗലവി സാഹിബ്? കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഈ മൊയ്ദ് മൗലവി സാഹിബ്. ഈ മൊയ്ദ് മൗലവി സാഹിബ് എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞില്ലേ, ഞങ്ങൾ കഅബയിൽ പോയിട്ട് ഞങ്ങളെ മുജാഹിദിന്റെ ആൾക്കാർ നോക്കോ, മുജാഹിദിന്റെ ആൾക്കാർ എന്ത് ചെയ്തു? അവിടെ കഅബന്റെ ഉള്ളിലുള്ളത് മുഴുവനും കവർച്ച ചെയ്ത് എടുത്തു. പിന്നെയോ, പിന്നെ മദീനത്ത് പോയിട്ട് അവിടെയും കവർച്ച ചെയ്തുള്ള പൊന്ന് മുഴുവൻ ഞങ്ങൾ കൊണ്ടുപോയി, മഖബറ മുഴുവനും ഞങ്ങൾ പൊളിച്ചു. ഈ വിവരം നിങ്ങൾ എഴുതി വെച്ചിട്ടേ പച്ച മലയാളത്തിലുള്ള പുസ്തകത്തിൽ എടുത്തു നോക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യവും അതിനെ സംബന്ധിച്ച് അയാൾ എഴുതിയ പുസ്തകത്തിലല്ലേ അതുള്ളത്. മലയാളം വെക്കുന്നത് വേറെ അറബിയിലുള്ള 100 കിതാബിലുണ്ട്. ഞാൻ മലയാളം വെക്കുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാനാ. അപ്പൊ നിങ്ങൾ പൊളിച്ചതാണ്. മക്കയിലും മദീനയിലും മഖ്ബറ എവിടെയാണോ? നിങ്ങൾ പൊളിച്ചതല്ലേ അത്? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, പിന്നെ ചോദിച്ചത് എന്താണ്? എണ്ണത്തിരി ഞാൻ കാണിച്ചു തന്നല്ലോ മൗലവി. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? അന്ന് ആദ്യകാലത്ത് ബൾബില്ല, ട്യൂബില്ല, അന്ന് വിളക്കാണ് വെക്കല്. ആ വിളക്ക് നിങ്ങൾക്ക് കാണണോ? നേരത്തെ പൊന്നിന്റെ വിളക്കായിരുന്നു റൗദാ ശരീഫിൽ കത്തിക്കല്. നിലത്ത് വെക്കുന്ന വിളക്ക് റൗദാ ശരീഫിൽ വെച്ചിരുന്നു. നിങ്ങൾക്കിതിനെ സംബന്ധിച്ച് വിവരമില്ലാത്തതിന് ഞങ്ങൾ ഉത്തരവാദി. പൊന്നിന്റെ വിളക്ക് വെച്ചിരുന്നു. പിന്നീട് അതിന്റെ ആവശ്യമില്ല, ലൈറ്റ് വന്നു. പിന്നെ ആവശ്യമില്ല, അതുകൊണ്ട് അത് എടുത്തുപോയി. സാധനം ഇന്നും സൂക്ഷിപ്പുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ചോദിച്ചത് എന്താണ്? ഖബറുള്ളതിന്റെ അടുത്ത് നിന്ന് സത്യം ചെയ്യാറുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഖബറിന്റെ അടുക്ക പോയി സത്യം ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? അതേ സമയത്ത് ഖബറുള്ളത് കൊണ്ട് സത്യം ചെയ്തുകൂടാ എന്നുണ്ടോ? കഅബയുടെ അടുക്കൽ പോയി സത്യം ചെയ്യാറില്ലേ? അവിടെ ഖബറില്ലേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചത് എന്താണ്? അവിടെ കൂട്ടുപ്രാർത്ഥനയുണ്ടോ? ഇല്ലേ, ഇല്ലേ. നിങ്ങൾ അവിടെ കൂട്ടുപ്രാർത്ഥന ഇപ്പൊ നടത്തുന്നില്ല എന്നല്ലാതെ. എടുക്കുമോനെ തുഹ്ഫ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, വയുഅയ്യിദുഹു അന്നൽ ഖുലഫാ അർ-റാഷിദീന വമൻ ബഅദഹും കാനൂ യുസല്ലൂന ബിമിഹ്റാബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലം യുറഫു അൻ അഹദൻ മിൻഹും ഖിലാഫു മാ ഉരിഫ മിൻഹു. അല്ലാഹുവിന്റെ റസൂല് മിഹ്റാബിൽ വലത്തോട്ട് വലതുഭാഗം മൗമൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബലയിലേക്കുമാക്കി തിരിഞ്ഞിരിക്കലാണ് പതിവ്. ആ നിലക്ക് തന്നെയാണ് 4 ഖുലഫാഉർ റാഷിദീങ്ങളും തിരിഞ്ഞിരുന്ന് ദുആ നടത്തിയതെന്ന് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുന്ന പതിവ് മക്കയിലും മദീനയിലും ഉണ്ടായിരുന്നു. നിങ്ങൾ എടുത്തു കളഞ്ഞതാണ്. ഇനി നിങ്ങൾ നോക്കൂ, റസൂലുള്ള കൂട്ടുപ്രാർത്ഥന മദീനയിൽ വെച്ച് നടത്തിയിരുന്നോ? നടത്തിയിരുന്നു. കേട്ടോളൂ. സല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ ثم اقبل على القوم فقال اللهم بارك لنا في مدينتنا وبارك لنا في مدنا وصائنا. അല്ലാഹുവിന്റെ റസൂൽ, ഓ അല്ലാഹുവേ, ഞങ്ങളെ മുദ്ദിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ മദീനയിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ സായിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളെ ഭക്ഷണത്തിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് കൂട്ടുപ്രാർത്ഥന നടത്തി മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തി മദീനത്തെ പള്ളിയിൽ. അത് വഫാഉൽ ഫൈൽ ഇമാം സുംഹൂദി സഹീഹായ പരമ്പര കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നബിയും സഹാബത്തും മക്കയിലും മദീനയിലും കൂട്ടുപ്രാർത്ഥന നടത്തിയവരാണ്. മക്കയിലും മദീനയിലും കൂട്ടുപ്രാർത്ഥന ഇല്ലെന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചത് നിങ്ങളെ തൊട്ടപ്പം മൗലൈമാര് പറഞ്ഞു പറ്റിച്ചതല്ലേ? അവരതില്ലാതെയാക്കിയതല്ലേ? നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതല്ലേ? ഇനി കേട്ടോ മൗലൈമാരെ, നിങ്ങളുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകനെന്ന് നിങ്ങളെ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം, ആ ഇബ്നുൽ ഖയ്യിം ഇബ്നു തൈമിയയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു, എന്തായിരുന്നു? ലാ യഉമ്മു അബ്ദുൻ ഖൗമൻ ഫയഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും ഫഇൻ ഫഅല ഫഖദ് ഖാനഹും. ഒരാൾ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ട് ആ നിസ്കരിച്ചവൻ മഅ്മൂമീങ്ങളെ കൂട്ടി കൂട്ടുപ്രാർത്ഥന നടത്താതെ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാൽ അവൻ മഅ്മൂമീങ്ങളെ വഞ്ചിച്ചവനായി.
എന്ന് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചത് നിങ്ങളെ നേതാവ് പറഞ്ഞ, ഞാൻ പറഞ്ഞതല്ല. പറയാണ് ഹാദൽ ഹദീസു ഇൻദി ഫി ദുആഇ അല്ലദീ യദ്ഉ ബിൽ ഇമാമു ലിനഫ്സിഹി വലിൽ മഅ്മൂമീന. മഅ്മൂമീങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ശരീരത്തിന് വേണ്ടിയും ഇമാം ദുആ ചെയ്യുന്ന ദുആയെ സംബന്ധിച്ചാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. വയസ്തരികൂന ഫീക ദുആഇൽ ഖുനൂതി വനഹ്വിഹി. ഖുനൂത്തിന്റെ ദുആയിലും മറ്റു ദുആയിലും ഇമാമിന്റെ കൂടെ ആമീൻ പറഞ്ഞ് കൂടുകയാണ് വേണ്ടതെന്ന് നിങ്ങളെ ഇബ്നു തൈമിയ്യ അതാ പറയുന്നു, ഇബ്നുൽ ഖയ്യിം ഉദ്ധരിക്കുന്നു. അപ്പൊ ഖുനൂത്തും ഉണ്ടേ മൗലവിമാരെ, കൂട്ടുപ്രാർത്ഥനയും ഉണ്ടേ മൗലവിമാരെ. അത് ഈ കൂട്ടുപ്രാർത്ഥന നടത്തിയില്ലെങ്കിൽ, ഖുനൂത്ത് ഇമാം ഉറക്കെ മറ്റുള്ളവരെ കൂട്ടായിട്ട് ഓതിയിട്ടില്ലെങ്കിൽ ഫഖദ് ഖാനഹും, മൗമൂമിങ്ങളെ വഞ്ചിച്ച ഇമാമാണെന്ന് നിങ്ങളെ നേതാക്കന്മാർ എഴുതി വെച്ച കിതാബാണ് മൗലവിമാരെ. മാർക്കറ്റിലെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവര് വഞ്ചകന്മാരല്ലേ? സർവ മുജാഹിദ് പള്ളിയിലെ ഇമാമിങ്ങളും കടുത്ത വഞ്ചകന്മാരല്ലേ? ഇരുന്നൊന്ന് ചിന്തിക്കൂ മൗലവിമാരെ. ഇല്ലെങ്കിൽ പേരോടിന് എന്റെ കയ്യിലുള്ള കിതാബില് ഞങ്ങളെ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടില്ല, അതുപോലെ ഞങ്ങളെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ല എന്നൊന്ന് നിഷേധിക്കൂ. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ വിളിക്കുന്നു. സർവ മൗലവിമാരെയും ഗണ്ണന പ്രസംഗം എന്ന് പറഞ്ഞ് ആളുകളോട് തോന്നിവാസം പറഞ്ഞാ പോരാ, എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിക്കാൻ തയ്യാറാകണം, എന്റെ മുമ്പിലിരിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇനിമേലിൽ തോന്നിവാസം പറയരുത് കേട്ടോ. പിന്നെന്താ മൂപ്പർക്ക് സംശയം? മഹേശ്വരവിളി ഉണ്ടോന്നാ തൊഫെടുക്കുമനെ 2461 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തൻസിത്തിന്നാസ്, ജനങ്ങൾ മിണ്ടാതിരിക്കാൻ വേണ്ടി അൻസിത്തു എന്ന് പറയൂ മോനെ, പറയൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് തുഹ്ഫയിൽ എടുത്തു ധരിച്ചിട്ടില്ലേ? അത് പിന്നെ എവിടെനു? മക്കയെന്നും മദീനയെന്നും അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച നാട്ടെന്നല്ലാതെ അത് കേരളത്തിൽ നിന്നായിരുന്നോ? ആരോടാണ് ഇത് പറയുന്നത്? പിന്നെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മയ്യത്ത് ആരുണ്ടോ? പിന്നെ എന്തേ ചൊല്ലേണ്ടത്? ഉമർ മൗലവിന്റെ മാലേ മയ്യത്തുണ്ടോ? ഉമർ മൗലവിന്റെ മാലേ ചൊല്ലേണ്ടത്? ഒരു സിയാക്കപ്പെട്ട മാല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ ഹദർതുൽ മരീദ അബിൽ മയ്യിത ഫഖൂലു ഖൈറാ. മരിച്ച മയ്യത്തിനടുക്കൽ നിങ്ങൾ ഖൈറായത് ചൊല്ലൂ. ഏറ്റവും ഖൈറായത് എന്താ? ഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഏറ്റവും ഖൈറായത് എന്ന് റസൂലുള്ളാഹി പറയും. അത് ചൊല്ലാൻ അള്ളാഹുവിന്റെ റസൂൽ പറയും. അത് പിന്നെ എവിടുന്ന് ചൊല്ലാനാ പറഞ്ഞത്? മദീനത്ത് നിന്നല്ലേ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ അല്ലേ പറഞ്ഞത്? ഹദീസില്ലേ? ഹദീസില്ലേ? എന്തേ നിങ്ങൾ എന്റെ മുന്നിൽ വരാത്തത്? ഞാൻ നിങ്ങളെ പിന്നിലുണ്ടാവുന്നല്ലേ? ഇന്നലെ മൗലവി പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ? പേരോട് ഫൈൻ തിബനലക്കും ഖുർആനിൽ കാണിച്ചു തന്നാൽ പിന്നിലുണ്ടാവും. എന്താ പിന്നെ കാണാത്തത്? ഞാൻ കുറെ തിരിഞ്ഞു നോക്കി, എന്താ കാണാത്തത്? എന്തേ എന്റെ ചെരുപ്പ് എടുക്കാത്തത്?